കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ ചാനൽ റിവ്യൂ അല്ല, നമ്മളൊരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ചെയ്യാൻ പോവാണ്. അപ്പം ഇപ്പം ലോക്ക്ഡൗൺ ഒക്കെ ആണെങ്കിൽ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഓൺലൈൻ ലിങ്ക്സ് തരുമോ പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അധികം അങ്ങനെ വാങ്ങാത്തതിനെ കൊണ്ട് എനിക്ക് അതിനെ സജസ്റ്റ് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചെണ്ണം വാങ്ങി ട്രൈ ചെയ്ത് നോക്കാനുള്ളത്. അപ്പോൾ ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് സെൻ സംഗം എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ വാട്ടർ കളർ പേപ്പേഴ്സ് ആണ്. അപ്പോൾ എക്സ്ക്ലൂസീവ്ലി ഫോർ വാട്ടർ കളർ, പക്ഷേ അതിനകത്ത് മിക്സ്ഡ് മീഡിയം ചെയ്യാം. പിന്നെ അതിന് ബാക്കി എന്തൊക്കെയാണ് ക്വാളിറ്റീസ് എന്നൊക്കെ ഉള്ളതും അതേപോലെ എവിടെ നിന്ന് വാങ്ങി അതിൻ്റെ റേറ്റ് എന്താണെന്നുള്ളത് നമുക്ക് ബാക്കി സെക്ഷനിൽ കാണാം. അപ്പോൾ ഇതായിരുന്നു, ഇങ്ങനെയാണ് സാധനം എനിക്ക് കിട്ടിയത്. നല്ല പാക്കിംഗ് ആണ് വെച്ചാൽ ഓൾമോസ്റ്റ് വെള്ളമൊന്നും കയറില്ല. നല്ലപോലെ പ്ലാസ്റ്റിക്കിൽ കവറിൻ്റെ ഉള്ളിൽ നല്ലപോലെ പാക്ക് ചെയ്തിട്ടാണ് അവർ അയച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കത്രിക യൂസ് ചെയ്ത് ഞാൻ വിട്ടാണ്. അപ്പോൾ സാധനം പുറത്തെടുത്തപ്പോൾ അതിനകത്ത് അതിൻ്റെ ബില്ലും പിന്നെ പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ 4 കോർണർ മടങ്ങി പോകാതിരിക്കാനെന്ന് തോന്നുന്നു അവർ നല്ലപോലെ സ്പോഞ്ച് ഇട്ടിട്ട് ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ശരിക്കും നല്ല കാര്യം തന്നെ കേട്ടോ. കാരണം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അയ്യോ പേപ്പർ ഇത് മടങ്ങി പോയാലോ എന്നൊക്കെ, പക്ഷേ അവർ നല്ല രീതിക്ക് അത് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വാട്ടർ കളർ പേപ്പേഴ്സ് ആമസോണിൽ അവൈലബിൾ ആണ്. സെൻ സംഗം എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ റേഞ്ച് ഓഫ് കുറേ പ്രൊഡക്ട്സ് ഉണ്ട് അവർക്ക്. അപ്പോൾ അതിൽ ഇത് വരും. ഇത് ഐവറി ഷെയ്ഡ് പേപ്പറാണ്. ഇതിൻ്റെ ആക്ച്വൽ റേറ്റ് 550 എന്നാണ് കാണിക്കുന്നത്. ഓഫർ റേറ്റ് 320 എന്നാണ് കേട്ടോ. അപ്പം ഇവർക്ക് ഇത് ഐവറി ഷെയ്ഡ് പേപ്പറാണ്. ഇത് കൂടാതെ വേറെയും കുറേ പ്രൊഡക്ട്സ് ഉണ്ട് ഇവരുടേത്. ആമസോണിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കാണാവുന്നതുള്ളൂ. ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട് ഇവരുടെ. അപ്പം നന്നായി പാക്ക് ചെയ്തിട്ടാണ് അവർ സാധനം അയച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഇത് ബുക്കല്ല കേട്ടോ, ഇത് ഷീറ്റ്സ് ഓഫ് വാട്ടർ കളർ പേപ്പേഴ്സാണ്. അപ്പം ഇത് വാട്ടർ കളറിന് മാത്രമല്ല എന്ന് പറയുന്നുണ്ട്. അവർ പറയുന്നുണ്ട് മിക്സ്ഡ് മീഡിയത്തിന് പറ്റും, ആക്രിലിക്കിന് പറ്റും, അങ്ങനെ ഇങ്കിനൊക്കെ പറ്റും, അങ്ങനെ ഡിഫറെൻറ്റ് മീഡിയംസിന് പറ്റും എന്ന് പറയുന്നുണ്ട്. അതേപോലെ 20+4 പേപ്പേഴ്സ് ഉണ്ട്, അതായത് 24 പേപ്പേഴ്സ് ഉണ്ട്. നല്ല തിക്നെസ് ഉള്ള പേപ്പേഴ്സാണ്. നിങ്ങളപ്പം ഒരു വാട്ടർ കളർ പേപ്പർ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് ചോദിക്കില്ലേ. അപ്പം അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടോ ഇതിനകത്ത് A4 ആണ് സൈസ് എന്താണെന്ന് നിങ്ങൾ നോക്കണം. പിന്നെ എത്ര GSM ഉണ്ട്. അപ്പോൾ ഇത് 300 GSMൻ്റെ പേപ്പറാണ്. പിന്നെ ആസിഡ് ഫ്രീ ആണോ എന്ന് നോക്കണം. അത് മെയിനായിട്ട് നോക്കണം കേട്ടോ നിങ്ങൾ, ആസിഡ് ഫ്രീ പേപ്പറാണോ എന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം നോക്കണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഷെയ്ഡ് എന്താണെന്ന്. അപ്പം ഇത് ഐവറി ഷെയ്ഡ് പേപ്പറാണ്. കാരണം ഇപ്പം നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവുന്നില്ല. ഇപ്പോഴത്തെ ലെഫ്റ്റ് സൈഡിലുള്ളത് വൈറ്റും റൈറ്റ് സൈഡിലുള്ളത് ഐവറി ഷെയ്ഡുമാണ്. ഷെയ്ഡ് ഡിഫറൻസ് ആട്ടോ, ഐവറി ഷീറ്റ്സ് അല്ല, ഷെയ്ഡ് ഡിഫറൻസ് ആണ്. അപ്പോൾ ഇനി നമുക്ക് ഈ സെറ്റിൽ നിന്ന് ഒരു ഷീറ്റ് എടുത്തിട്ട് ഒരു പെയിൻറ്റിങ് ചെയ്ത് നോക്കാം. ഭയങ്കര എളുപ്പമുള്ള ഒരു പെയിൻറ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേ മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് ഇതിൻ്റെ കോർണേഴ്സ് ഒട്ടിക്കുക. അപ്പോൾ മാസ്കിംഗ് ടേപ്പിൻ്റെ ടിപ്സും ഇതൊക്കെ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പം നമ്മളിതൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് അതിനെ സ്കെച്ച് ചെയ്യണം. വേണ്ടോ, നിങ്ങൾക്ക് സ്കെച്ച് ചെയ്യുന്നതിന് ജസ്റ്റ് ഒരു ചെറിയൊരു ഭാഗം കേട്ടോ. ഇത് ഭയങ്കര ലൈറ്റായിട്ടാണ് സ്കെച്ച് ചെയ്യുന്നത്. അതിനകത്ത് പകുതി വെക്കാൽ സാധനം നിങ്ങൾക്ക് കാണുന്നില്ല എന്ന് തോന്നുന്നില്ലേ. അപ്പോൾ ഭയങ്കര ലൈറ്റായിട്ടാണ് നമ്മൾ സ്കെച്ച് ചെയ്യുക. എക്സ്പെഷ്യലി ഇപ്പോൾ വാട്ടർ കളർ ഡാർക്കായിട്ടൊന്നും സ്കെച്ച് ചെയ്ത് വെക്കണ്ട. എച്ച് പെൻസിൽസ് യൂസ് ചെയ്തിട്ട് ലൈറ്റാക്കി സ്കെച്ച് ചെയ്യുക. അപ്പോൾ നമുക്കിനി ഓരോ ടെക്നീക്സ്, വാട്ടർ കളറിൽ യൂസ് ചെയ്യുന്ന ഓരോ ടെക്നീക്സ് വെച്ചിട്ട് പേപ്പർ എങ്ങനെയുണ്ടെന്ന് നോക്കാം. എങ്ങനെയാണ് നമ്മൾ പേപ്പർ അതിനോട് റിയാക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം വെറ്റ് ഓൺ വെറ്റ് ടെക്നീക്ക് ചെയ്യാം. അപ്പം വെറ്റ് ഓൺ വെറ്റ് ടെക്നീക്കിന് ആദ്യം എന്താണ്, നമ്മൾ പേപ്പറിനെ വെറ്റ് ചെയ്യും. പേപ്പറിനെ വെറ്റ് ചെയ്യുമ്പോൾ ബക്കിളിംഗ് ഒന്നും വന്നിട്ട് തന്നെ ഇല്ല. ബിക്കോസ് ഓൾമോസ്റ്റ് 300 GSMൻ്റെ പേപ്പറാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതിനെ കൊണ്ടാണ് ബക്കിളിംഗ് തീരെ ഇല്ലായിരുന്നു. വെച്ചാൽ ഓൾമോസ്റ്റ് ഒരേപോലെയാണ് അത് ഇതായത്. അപ്പം വെറ്റ് ചെയ്തതിന് ശേഷം കളർ അതായത് സ്കൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊബാൾട്ട് ബ്ലൂ ആണ് യൂസ് ചെയ്തത്. അത് ജസ്റ്റ് ബ്രഷിലാക്കിയിട്ട് വെറ്റ് ആൻഡ് വെറ്റ് ടെക്നിക്ക് അതിനെ കൊണ്ട് പെയിൻറ്റിലും കുറച്ച് വെള്ളം ഉണ്ടാവും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കുക, അടിച്ചു കൊടുക്കുക. അപ്പം ഭയങ്കര ലൈറ്റായി പോവുകയാണെന്നൊക്കെ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി പെയിൻറ്റ് പിഗ്മെൻറ്റ്സ് കുറച്ചും കൂടി ഹൈ ആക്കി എടുത്തിട്ട് സ്പ്രെഡാക്കി കൊടുക്കുക. ഇനി അത് കഴിഞ്ഞ മൗണ്ടെയിനും നമ്മൾ അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ബാക്കിലുള്ള മൗണ്ടെയിൻ അതിനെക്കൊണ്ട് കൊബാൾട്ട് ബ്ലൂവിൻ്റെ കൂടെ വളരെ കുറച്ച് യെല്ലോ മിക്സ് ചെയ്തിട്ടുള്ളൊരു കളറ്, ബാക്കിൽ കുറച്ച് ലൈറ്റ് ഷെയ്ഡായി നിൽക്കാൻ വേണ്ടിയിട്ട്. കാരണം പിന്നെയും മൗണ്ടെയിൻസ് ഇല്ല. അപ്പോൾ ബാക്കിൽ ഏറ്റവും ലൈറ്റ് ഷെയ്ഡിൽ കൊടുക്കുക, അതായത് വെള്ളം കൂട്ടിയിട്ടുള്ളതിൽ കൊടുക്കുക. പിന്നത്തതും നമ്മൾ വെറ്റ് ഓൺ വെറ്റ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷേ പെയിൻറ്റ് പിഗ്മെൻറ്റ്സ് കുറച്ചും കൂടി അധികം എടുത്തിട്ടാണ് അത് ഡീറ്റെയിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഗ്രീൻ യൂസ് ചെയ്തിരിക്കുന്നത് സാപ്പ് ഗ്രീൻ യൂസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് വെരീഡിയൻ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് സാപ്പ് ഗ്രീൻ അല്ലെങ്കിൽ സാപ്പ് ഗ്രീൻ്റെ കൂടെ കുറച്ച് ബ്ലൂവോ അല്ലെങ്കിൽ യെല്ലോനും ബ്ലൂവിനും മിക്സ് ചെയ്തിട്ട് ആ ഒരു ഷെയ്ഡ് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അത് വെരീഡിയൻ വേണമെന്നില്ല. അപ്പോൾ ഇതിൻ്റെ പല മിക്സുകളാണ് ഇപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതായത് ഞാൻ വെറ്റ് ഓൺ ഡ്രൈ ടെക്നീക്ക് യൂസ് ചെയ്തു. അപ്പോൾ നമ്മൾ അടുത്ത മൗണ്ടെയിൻ ചെയ്തത് വെറ്റ് ഓൺ ഡ്രൈ ടെക്നീക്ക് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതായത് പെയിൻറ്റിൽ കുറച്ച് വെള്ളമുണ്ട്, പക്ഷേ പേപ്പറിന് ഞാൻ നനച്ചില്ല. അപ്പം ഇതിനകത്ത് ഡ്രൈ ടെക്നീക്ക്
എന്ന് പറഞ്ഞിട്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. അത്യാവശ്യം നല്ല വൃത്തിക്ക് തന്നെയാണ് പെയിൻറ്റുകൾ നീങ്ങിയത്. കുറച്ച് നല്ല സ്മൂത്ത് പേപ്പറാണ്, അതായത് പറയാൻ മറന്നു, കോൾഡ് പ്രസ്ഡ് പേപ്പർ ആയതിനെക്കൊണ്ട് കുറച്ച് നല്ല സ്മൂത്ത് ടെക്സ്ചേർഡാണ്. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെയാണ് അത് മൂവ് ആയത്. പിന്നെ ബ്ലെൻഡ് ചെയ്യാൻ ഇപ്പോൾ ഞാൻ അതിനകത്ത് ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും ബ്ലെൻഡ് ചെയ്തെടുത്തു. അപ്പോൾ ബ്ലെൻഡിങ്ങും എനിക്ക് ഇഷ്യൂസൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല വൃത്തിക്ക് തന്നെയാണ് കളറ് ബ്ലെൻഡ് ആയത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ തന്നെ ഞാൻ വീണ്ടും ഓവർ ആൻഡ് ഓവർ ലെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് മൾട്ടിപ്പിൾ വാഷ് കൊടുക്കുന്ന പോലെ ഒറ്റ ടൈം, അതായത് പ്രോപ്പറായിട്ട് ഡ്രൈ ആവാതെ മൾട്ടിപ്പിൾ വാഷ് കൊടുക്കണം. അത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വേഗം പേപ്പർ പീൽ ഓഫ് ആവും, അല്ലെങ്കിൽ നമ്മളിങ്ങനെ വെള്ളമുള്ള സാധനം ഇങ്ങനെ ഇതായി കൊടുക്കല്ലേ, അപ്പോൾ എത്ര വേഗം ആവും നോക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പം അത് എന്താ പറയുക, നമുക്ക് ഈ ഒരു പേപ്പറിൽ മൾട്ടിപ്പിൾ ലെയേഴ്സ് ഓൾ ഓഫ് എ സഡൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മളെന്താ, തെറ്റെന്നല്ല, അത് നമ്മൾ ഒരു ലെയർ നല്ലപോലെ ഉണങ്ങിയതിന് ശേഷമാണ് അടുത്ത ലെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊരു 3 മൾട്ടിപ്പിൾ ലെയേഴ്സ് വരെ ചെയ്യാം. അതിന് കൂടുതൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ലെയേഴ്സ് നല്ലപോലെ ഡ്രൈ ആയതിനു ശേഷമേ നമുക്ക് ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് ഈ പേപ്പർ വാങ്ങി നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കൺസിഡർ ചെയ്യണം കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് ലെയർ ചെയ്യാണ്, അതായത് നമുക്ക് പെയിൻറ്റിങ്ങിന് കുറച്ചും കൂടി ഡെപ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എല്ലാ ലെയറും നല്ലപോലെ ഡ്രൈ ആയതിനു ശേഷമാണ് നമ്മൾ ലെയറിങ് ടെക്നിക്ക്, ആ പേര് പറയുന്ന പോലെ തന്നെ ലെയർ ചെയ്യുക. അതായത് നമ്മൾ ഷെയ്ഡ്സ് കൊടുക്കുകയാണ്. ഇപ്പോൾ ആ യെല്ലോ മൗണ്ടെയിനിന് നമ്മൾ കുറച്ചും കൂടി ഗ്രീനൊക്കെ കൊടുത്തിട്ട് അതിനെ വേറെ കുറച്ചൊരു ഡെപ്ത്ത്, അതിനൊരു ലൈഫ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മൗണ്ടെയിൻസ് ഒക്കെ ഡിസ്റ്റിങ്വിഷ്ഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ലൈറ്റ് കളർ മൗണ്ടെയിൻ്റെ ബാക്കിൽ കുറച്ചും കൂടി ഡാർക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് ആ ഗ്രീനിൻ്റെ അവിടെ ഇപ്പം ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഷെയ്ഡ്സ് ഒക്കെ കൊടുക്കുന്നത്. അതായത് നമ്മൾ വരച്ചിരിക്കുന്ന ഒബ്ജക്റ്റുകൾ ഡിസ്റ്റിങ്വിഷ് ആയി നിൽക്കണം, അതായത് ഓരോ മൗണ്ടെയിനും എടുത്ത് നിൽക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെയും ലെയർ ചെയ്തിട്ട് അതിനൊരു ഡെപ്ത്ത് കൊടുക്കുന്നതും അതിനൊരു വേറൊരു ഷെയ്ഡ് കൊടുക്കുന്നതൊക്കെ. ഈ ഒരു പെയിൻറ്റിങ് ബിഗിനേഴ്സിന് ഏറ്റവും എളുപ്പം ചെയ്യാനുള്ള പെയിൻറ്റിങ്ങാണ്. കാരണം അധികം സ്കെച്ചിങ് സ്കിൽസ് ഒന്നും വേണ്ട, ജസ്റ്റ് റാൻഡമായിട്ട് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാവുന്നതേ ഉള്ളൂ. അതേപോലെ കളേഴ്സ് കൊടുക്കുന്നതും അങ്ങനെ ഭയങ്കര ടാസ്ക് ഉള്ളതൊന്നുമല്ലല്ലോ നമ്മൾ മറ്റ് പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ ഇത് പഠിച്ചു വരുന്നവർക്ക് അല്ലെങ്കിൽ ആദ്യമായിട്ട് ഒരു പെയിൻറ്റിങ്ങിന് ഒന്നും അറിയാത്തവർക്ക് ഇത് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ട് അല്ലെങ്കിൽ ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് വിചാരിക്കൊന്നും വേണ്ട, നിങ്ങൾ ചെയ്ത് നോക്കുക, കമ്പാരിറ്റീവ്ലി ഈസിയറാണ്. അത് കഴിഞ്ഞാൽ ലാൻഡും ഇതേപോലെ വെറ്റ് ഓൺ വെറ്റ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് ഫില്ലാക്കിയത്. വെറ്റ് ഓൺ വെറ്റ് ടെക്നിക്കാണ് വാട്ടർ കളറിന് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്, കുറച്ചും കൂടി എളുപ്പമായതിനെ കൊണ്ട്. അതായത് കളേഴ്സ് രണ്ടും കൂടി തമ്മിൽ അല്ലെങ്കിൽ ക്രോസ് ബ്ലീഡ് ആവും, അല്ലെങ്കിൽ നല്ലപോലെ ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊക്കെ കഴിഞ്ഞ് കംപ്ലീറ്റ് എല്ലാം ഡ്രൈ ആയതിന് ശേഷം ഇനി ഡീറ്റെയിൽ ചെയ്യാണ്. അപ്പോൾ അതായത് കുറച്ചും കൂടി ട്രീസൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ട്രീസിനെ ഡീറ്റെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സ് ചെയ്തത് കുറച്ച് ബ്ലൂവും കുറച്ച് റെഡും മിക്സ് ചെയ്തു യെല്ലോൻ്റെ കൂടെ. പക്ഷേ ഗ്രീൻ തന്നെ എടുത്ത് നിൽക്കുന്ന പോലെ തന്നെ, പക്ഷേ ഡാർക്ക് ഷെയ്ഡ് എന്നുള്ള രീതിക്ക്. അങ്ങനെയാണ് ട്രീസിൻ്റെ കളർ ഉണ്ടാക്കിയിരിക്കുന്നത്. ട്രീസ് ഒന്നുമില്ല, ബ്രഷിൻ്റെ ടിപ്പ് കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് കൊടുക്കില്ല, കുത്തുകുത്ത് പോലെ കൊടുത്തിട്ട് ആക്കി അങ്ങനെ ട്രീ പോലെ തോന്നിപ്പിച്ചാൽ മതി. അത് കഴിഞ്ഞാൽ ഫൈനലി നമ്മൾ കുറച്ച് കിളികളെയും ബാക്കിൽ വരച്ചു. ബേർഡ്സിനെ വരയ്ക്കുന്ന ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് പോയി കണ്ടു നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത്രയും ടെക്നിക്സ് ഒക്കെ ട്രൈ ചെയ്തിട്ട് ഈ പെയിൻറ്റിങ് തീർത്തിട്ടുണ്ട്. അപ്പം ഓവറോൾ എന്ന് പറയുകയാണെങ്കിൽ നല്ല പേപ്പറാണ്. നമുക്ക് പ്രാക്ടീസ് ചെയ്യാനും അല്ലെങ്കിൽ ചെയ്യാനൊക്കെ നല്ല ക്വാളിറ്റിയുള്ള പേപ്പറാണ്. അപ്പോൾ അതിന് പറ്റുന്ന ടെക്നീക്സൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല വൃത്തിക്ക് അത്യാവശ്യം നല്ല ഫിനിഷോടെ തന്നെയാണ് പെയിൻറ്റിങ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിക്കേണ്ടായിരുന്നു ലിങ്കുകളുണ്ടോ ഇങ്ങനെ മെറ്റീരിയൽ വാങ്ങിക്കാറില്ലെന്ന്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി വാങ്ങി നോക്കുക, പെയിൻറ്റ് ചെയ്യുക, എന്നിട്ട് എനിക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം ഈ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.